ശ്രീമതി സതീദേവി, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമൊന്ന് ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി തെളിവുകൾ പലരും ഹാജരാക്കിയിട്ടുണ്ട്. വോയിസ് ക്ലിപ്പുകളുണ്ട്, അതല്ലാത്ത ദൃശ്യങ്ങളുള്ള തെളിവുകളുണ്ട്, മെസ്സേജുകളുണ്ട്. ഇതൊക്കെ തന്നെയും ഒരു പരാതി നൽകുന്ന മട്ടിലുള്ള തെളിവുകളാണ്. സാധാരണഗതിയിൽ ഈ ലൈംഗിക അതിക്രമത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഹേമ കമ്മിറ്റി തയ്യാറായതെങ്കിലും സർക്കാരിൻ്റെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചില വ്യക്തികൾക്കെതിരായുള്ള കൃത്യമായ തെളിവുകളാണ്. ഇപ്പോൾ പുറത്തുവിടാത്ത ഭാഗം ഞാൻ പറയുന്നത്, ഇപ്പോൾ സ്വകാര്യത മാനിച്ചുകൊണ്ട് പുറത്തുവിടാത്ത ഭാഗം സർക്കാരിൻ്റെ മുന്നിലുണ്ടല്ലോ, വകുപ്പിനറിയാമല്ലോ. അപ്പോൾ അതിന്മേൽ നടപടി ഉണ്ടാകേണ്ടതല്ലേ? ഇതിൽ വനിതാ കമ്മീഷൻ്റെ നിലപാട് എന്താണ്? ഈ സ്വകാര്യത മാനിച്ചുകൊണ്ട് റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ പേജ് പ്രത്യേകമായിട്ട് റെഫർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ അനുസരിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ പുറത്ത് പറയണം എന്നുള്ളത് തീർച്ചയായും ആ സ്വകാര്യത, ഇപ്പോൾ ശ്രീമതി രഞ്ജിനി ഉൾപ്പെടെയുള്ള ആളുകൾ താൻ കമ്മിറ്റി മുമ്പാകെ പറഞ്ഞിട്ടുള്ള തൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പുറം ലോകം അറിയരുത് എന്നുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരിക, ഞാൻ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ വരുമോ എന്നുള്ള ആശങ്കയാണ് അവർക്കുണ്ടായിരുന്നത് എന്നാണ് അവരുടെ അഭിഭാഷകൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഈ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആശങ്കയുണ്ടാകും. ഇന്ന് നിലനിൽക്കുന്ന നിയമ സംവിധാനം അനുസരിച്ച് ഒരു സ്ത്രീക്ക് അവർ തൊഴിലിടത്തിൽ നേരിട്ടിട്ടുള്ള ഏതെങ്കിലും പ്രശ്നം സംബന്ധിച്ച് അവർക്ക് പരിഹാരം തേടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികൾ അവർക്ക് സ്വീകരിക്കാം. ഹേമ കമ്മിറ്റിയുടെ ഈ ഫാക്ട് ഫൈൻഡിങ് സംബന്ധിച്ച് വല്ല അഭിപ്രായങ്ങളും തുടർന്ന് പറയണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒരു വ്യക്തി അത്തരത്തിലുള്ള ആവശ്യത്തെ മുൻനിർത്തി കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി ഇവിടെ നിയമം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ സമീപിക്കുന്ന സ്ത്രീയോടൊപ്പം വനിതാ കമ്മീഷൻ ഉണ്ടാകും. ഈ പരാതിക്കാർ എങ്ങനെ ഭയത്തോടും ആശങ്കയോടും കൂടി കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ പറഞ്ഞു എന്നുള്ളത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായും പോലീസിലേക്ക് പരാതി നൽകുക എന്നല്ല ഉദ്ദേശം, അതിന് അവർക്ക് ധൈര്യവുമില്ല. അപ്പോൾ പോലീസിലേക്ക് ഇപ്പോൾ ഒരു പരാതി പോയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ അബിൻ വർക്കി പരാതി നൽകിയിട്ടുണ്ട് DGPക്ക്. അങ്ങനെയെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരില്ലേ? അല്ല, നിയമ നടപടികൾ വേണമോ എന്ന് തീരുമാനിക്കേണ്ടുന്നത് ഈ അതിക്രമങ്ങൾക്കിരയായിട്ടുള്ള അല്ലെങ്കിൽ പരാതി നേരിട്ട് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളാണ്. അവരാണ് പരാതിപ്പെടേണ്ടത്. അവർക്ക് തീർച്ചയായിട്ടും നിയമ സംവിധാനത്തെ സമീപിക്കാൻ കഴിയും. അത് അങ്ങനെ സംവിധാനത്തെ സമീപിക്കുന്ന പക്ഷം അവർക്കാവശ്യമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താൻ, അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്ന പക്ഷം തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ അവരോടൊപ്പം ഉണ്ടാവും. അത് ആ പരാതിക്കാരികളായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് പറയേണ്ടത്. മറ്റേതെങ്കിലും സംഘടനക്കല്ല അതിൽ അഭിപ്രായം പറയാൻ നിയമപരമായിട്ടുള്ള അവകാശമുള്ളത്. തന്റെ സ്വകാര്യത പരിരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന, സ്വകാര്യത എന്നതിനപ്പുറം ജോലിയുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എത്ര പേടിച്ചും ശ്രദ്ധിച്ചുമാണ് ഇവർ പോയി മൊഴി നൽകിയത്, എത്ര ആശങ്കപ്പെട്ടാണ് ഇവർ മൊഴി നൽകിയത്, എത്ര വിശ്വാസത്തിലെടുത്ത ശേഷമാണ് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായത്. ഇതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടക്കത്തിലേ പറയുന്നു. ശ്രീമതി സതീദേവി, നിങ്ങൾ പോലീസിലേക്ക് പോകൂ, കംപ്ലയിൻറ്റ് കൊടുക്കൂ, നടപടി ഉണ്ടാകും എന്നീ ഘട്ടത്തിൽ പറഞ്ഞാൽ അവർക്ക് എവിടെ നിന്നാണ് ആ ധൈര്യം? വേറെ ഒരു മേഖലയാണ്, വേറെ ഒരു സംവിധാനമാണ്. അത് പൊളിച്ചെഴുതണമെങ്കിൽ ഈ 15 പേരെ, ഈ 15 അംഗ മാഫിയ സംഘത്തെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും സർക്കാർ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. ആരാണ് ഈ 15 അംഗ കമ്മിറ്റി, അല്ലെ 15 അംഗ സംവിധാനം ഏത് തരത്തിലാണ്, അവർ എങ്ങനെയാണ് മലയാള സിനിമയെ കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് എതിരായിട്ട് നടപടികൾ സ്വീകരിക്കാം. ഇത് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പുറത്തു പറയാൻ പാടില്ല എന്നാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തന്നെ ആ അഭിപ്രായം ഈ റിപ്പോർട്ട്
റിപ്പോർട്ട് നൽകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇപ്പോൾ സ്വകാര്യത ഹനിക്കുന്ന വിധത്തിൽ റിപ്പോർട്ടിൻ്റെ പരാമർശങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷനും അതുതന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കമ്മിറ്റിക്ക് മുമ്പാകെ, ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുള്ള ഏതെങ്കിലും സ്ത്രീക്ക് അതൊരു പരാതിയായിട്ട് തൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇനിയും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവർക്ക് സമീപിക്കാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് പൊടുന്നനവേ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അവരിങ്ങനെ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് ഇന്നയാളായിരിക്കും, ഇന്നയാൾക്കെതിരായിട്ടായിരിക്കും എന്ന് ഊഹിച്ചുകൊണ്ട് ഊഹാപോഹത്തിന്റെ പേരിൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെങ്കിൽ, മറ്റ് അനുബന്ധ തെളിവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് തെളിവുകൾ കമ്മിറ്റിക്ക് മുമ്പാകെയുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് മുന്നോട്ട് വരാമല്ലോ. ഇപ്പോൾ കമ്മിറ്റിയുടെ അത് സർക്കാരിന് സ്വമേധയാ നടപടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗമുണ്ടാകരുത് എന്ന് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പക്ഷം അത് തീർച്ചയായിട്ടും അവരുടെ സ്വകാര്യത ഹനിക്കാത്ത വിധത്തിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അവർക്കത് പുറത്തുവിടണം. പരാതിപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോകാൻ തിടുക്കമുണ്ടെന്ന് അറിയാം. പക്ഷേ ഒരു മിനിറ്റ് കേട്ടില്ല. 7:45 വരെ താങ്കൾ ഉണ്ട് എന്ന് അറിയുന്നു. സന്തോഷം. ശ്രീമതി സതീദേവി, താങ്കളോട് ബാക്കിയുള്ള പാനലിസ്റ്റുകൾക്കും ചോദ്യമുണ്ട്. 7:30 പോകണം. ഒരു ഇത്തിരി നേരം കൂടെ എനിക്ക് ട്രെയിനിന് ഒരൊറ്റ മിനിറ്റ് 2 ചോദ്യം ധന്യയ്ക്കും ചോദിക്കാനുണ്ട്, രഞ്ജിത്ത് മാരാർക്കും. ധന്യ രാജേന്ദ്രൻ, എനിക്ക് തോന്നുന്നു ധന്യ സാങ്കേതിക പ്രശ്നമുണ്ട്, ധന്യയിലേക്ക് എത്താം. രഞ്ജിത്ത് മാരാർ, നേരത്തെ ശ്രീമതി സതീദേവി സംസാരിക്കുമ്പോൾ താങ്കൾ കൈപൊക്കുന്നുണ്ടായിരുന്നു, ചോദിച്ചോളൂ. സജീവയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് പരാതിക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ സമീപിക്കാമെന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പരാതിക്കാരൊന്നും ഫ്രണ്ടിലേക്ക് വരാൻ തയ്യാറല്ല. അത് തയ്യാറല്ലാത്തത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. തുടക്കം മുതലേ പറഞ്ഞു പോകുന്നുണ്ട്, ഇവരാരും വരാൻ പോലും തയ്യാറായിട്ടിരുന്നില്ല. അവർക്ക് എല്ലാ രീതിയിലുമുള്ള പ്രൊട്ടക്ഷൻ, പ്രൈവസിയുടെ പ്രൊട്ടക്ഷൻ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയെന്നുള്ളത് കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഫുൾ എവിഡൻസസ് ഈ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഇത് പുറത്തേക്ക് പബ്ലിഷ് ചെയ്യാതെ തന്നെ അതുമേ സുമോട്ടോ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ടാണ് ഇതിനെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ഫലവത്താക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്കിതെല്ലാം ചെയ്യാം, ഇതൊക്കെ ചെയ്യണമായിരുന്നു എന്നുള്ള റിപ്പോർട്ട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അതിൽ വരുന്ന കോൺസിക്വൻസുകളായിട്ട് ആക്ഷൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ മാത്രമാണ് ഈ എടുത്ത എക്സസൈസസ് എല്ലാം ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ട് വരുള്ളൂ. എനിക്ക് തോന്നുന്നു ധന്യം ആ സമയത്ത് തന്നെയാണ് ധന്യം കൈ കാണിച്ചത്. പ്രോബബ്ലി ഷീ ഓൾസോ വാണ്ടഡ് ടു പോയിന്റ് ദിസ് ഔട്ട്. ഒരു പരാതിക്കാരിയും ഒരു സ്ഥലത്തും പരാതി കൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടിട്ടാണ് നമുക്കൊരു കമ്മിറ്റി തന്നെ വയ്ക്കേണ്ടി വന്നതുള്ളതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് റിപ്പോർട്ട് വായിക്കുമ്പോൾ. അത് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും പവറും ആർജവും നമ്മുടെ വിമൻസ് കമ്മീഷനുണ്ട്. അത് മേഡത്തിനായിട്ട് പ്രത്യേകം പറ്റുകയും ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് കൂടിയാണ്. അത് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ധന്യയും പ്രോബ്ലി ധന്യ വാസ് ഓൾസോ ഫൈൻഡിങ് ഇറ്റ് ഔട്ട്. ആ ഭാഗമാണ് ധന്യ ഇതിൽ കാണിക്കാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീമതി സതീദേവി മറുപടി പറയാമെങ്കിൽ പറഞ്ഞ ശേഷം. അപ്പോഴും ഈ സ്വകാര്യതയെ ഈ സ്വകാര്യതയെ ഹനിക്കുന്ന നീക്കമായിട്ടത് മാറില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. സ്വകാര്യത ഹനിക്കാൻ പാടില്ല എന്ന് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പക്ഷം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ഹേമ കമ്മിറ്റി മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മുകളിലൊരു നടപടി വേണം എന്ന് തീർച്ചയായിട്ടും അവർക്ക് ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ ഇനി ട്രിബ്യൂണൽ ഉണ്ടാകുന്ന പക്ഷം അത്തരം കാര്യങ്ങൾ ട്രിബ്യൂണലിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. എത്രയും പെട്ടെന്ന് ഒരു ട്രിബ്യൂണൽ ഈ പ്രശ്നങ്ങളാകെ തന്നെ കൈകാര്യം ചെയ്യാൻ ഉതകുന്ന അധികാരമുള്ള ഒരു സംവിധാനം നാട്ടിൽ നിലവിൽ വരട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. വനിതാ കമ്മീഷനെ ഏതൊരു സഹോദരിയും സമീപിക്കുന്ന പക്ഷം ഇന്ന പ്രശ്നത്തിൻ്റെ മുകളിൽ നടപടി വേണം എന്ന് അവർ പറയുന്ന പക്ഷം അവരുടെ സ്വകാര്യത, അവർ ആരാണ് എന്ന് പോലും പറയാതെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വനിതാ കമ്മീഷൻ തയ്യാറാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. ശരി, വളരെ നന്ദി ശ്രീമതി പി സതീദേവി, വനിതാ കമ്മീഷൻ അധ്യക്ഷ.